അങ്ങനെ റമദാൻ മാസത്തിലെ നമ്മളെ ഫസ്റ്റ് വ്ളോഗ് കേട്ടോ. അതായത് ഇന്ന് നോൽമ്പ് 2 നിങ്ങളോട് പറയാം. ഏതായാലും പലിശക്ക് നീച്ചാന്ന് പറയുന്ന ഒരു ടാസ്ക്കാണ്. എന്നാലും ഉറക്കപ്പിനാന്നൊന്നും മാറി കിട്ടില്ല. ഏതായാലും ഒരു നോമ്പ് വിശേഷങ്ങളുമായി ഞാൻ വന്നിരിക്കുകയാണ്. സുഹൃത്തുക്കളെ ശ്രദ്ധിക്കൂ. സുഫിമോനൊക്കെ നേരത്തെ നീച്ച് ചോറ് വെച്ചിരിക്കണ്. ഓന് 2ാമത് നോൽമ്പ് നിൽക്കുന്ന ആൾ ഉഷാറാണ്. അങ്ങനെ നല്ല മുരിങ്ങാക്കറിയും ശ്രാവമീനൊക്കെ കൂട്ടിക്കാണ്ട് പലച്ചക്കത്തെ ചോറ് എന്നുള്ള കഴിച്ചു. ഏതായാലും നല്ല പത്തിരിയൊക്കെ ഉണ്ടായിരുന്നു നിലത്ത് ബാക്കി. അങ്ങനെ അതൊക്കെ കഴിച്ച് കണ്ട് എന്താ പറയുക, ഒരു 5:30 മണിയായപ്പോൾ നമ്മൾ ജസ്റ്റ് പള്ളിക്ക് പോകാൻ വേണ്ടി ഇറങ്ങാം. വാങ്ങ് കൊടുത്തിട്ടില്ല. അങ്ങനെ വാങ്ങ് കൊടുത്ത് സുഫിമോന് പെരി നിസ്കരിക്കുന്നുണ്ട്. നമ്മൾ നേരെ പള്ളിക്ക് വിട്ടിട്ടോ. അങ്ങനെ പള്ളിക്ക് പോയി നിസ്കാരം കാര്യങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഖുർആനൊക്കെ ഓതി അവിടെ ഇരുന്ന് എന്താ പറയുക, നമ്മൾ ഉപ്പാനെ ഖബർസ്ഥാനിലേക്ക് ഇങ്ങനെ പോയിക്കാണ്ട് നമ്മൾ നേരെ ജസ്റ്റ് പാർക്കിലൊന്നും ഇങ്ങനെ പോയേക്കാന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ പോകണമെന്ന് ഉറങ്ങണമെന്നാണ് വിചാരിച്ചത്. ഞാൻ പാർക്കിലൊന്നും ഇറങ്ങിയൊക്കെ ഏതായാലും കോവാലേട്ടൻ മാത്രമേ തുറന്നിട്ടുള്ളൂ. പാർക്കിലൊന്നും ഒരു മനുഷ്യല്ല. ഞാൻ ജസ്റ്റ് അവിടെ ഇങ്ങനെ കുറച്ച് നേരം ഇരുന്നപ്പോൾ കുറേ നേരം വെളുത്ത് അങ്ങനെ മുടി തട്ടി അവിടെ തന്നെ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് നമുക്ക് ചെറിയൊരു ലോക്കൽ ഇട്ടത് 50 രൂപ കേട്ടോ. അങ്ങനെ നമ്മൾ പാർക്കിലിങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സോക്ക് വന്നത്. സോക്ക് രാവിലെ തന്നെ നല്ല ബീഫ് അന്വേഷിച്ച് ഇറങ്ങിയാത്ര. അതായത് ഇന്ന് വെള്ളിയാഴ്ചയാണ്, കൂടുതലും നോമ്പുമല്ലേ. അങ്ങനെ നമ്മൾ ഉച്ചാർക്കടവില്ല ഹലാൽ ബീഫ് സ്റ്റാൾ പോയിക്കാണ്ട് സോക്കൻ്റെ കൂടെ ഞാനും ഓരോ കിലോ ബീഫൊക്കെ വാങ്ങിക്കൊണ്ട് വണ്ടി കൊടുന്നു വെച്ചു. അങ്ങനെ ഒരു 10:30 മണി വരെ പാർക്കിലിരുന്നെങ്കിലും ഒരു മനുഷ്യല്ല. ബാക്കിൽ റസാക്ക് ഓരോ കഥകൾ പറഞ്ഞിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു 11 മണി വരെ പാർക്കിലിരുന്ന് നോക്കി, ഒന്നും നടക്കണില്ല. അങ്ങനെ നേരെ വീട്ടിൽ വിട്ടു. പിന്നെ പാത്തുമാൻ അങ്ങനെ കളിപ്പിച്ചിരിക്കലായിരുന്നു പരിപാടി. അങ്ങനെ ഒരു മണി ആയപ്പോഴത്തേന് നമ്മൾ നേരെ പള്ളിയേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിട്ടോ. സിയമോന് ചെരുപ്പൊക്കെ വരച്ച് അവനാണ് കൊടുന്നു വന്നത്. അങ്ങനെ നേരെ നമ്മൾ പള്ളിയേക്ക് വിട്ടു. പള്ളിയേക്ക് എത്തി വണ്ടി എടുത്ത് പോരുമ്പോൾ നമ്മളെ സിബി വരുന്നത്. സിബി പറയാൻ നോക്കെ ഒരു ഓട്ടോ ഇല്ലല്ലേ. സംഭവം ശരിയാണ്, കേസിലപ്പോൾ ഒരു ഉറുപ്പില്ലൊരു ഓട്ടോ എല്ലാം ഉണ്ട്. നമുക്ക് തന്നെയുള്ള അവസ്ഥ രാവിലെ. ഏതായാലും പള്ളിക്ക് പോയി നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഉപ്പാൻ്റെ ഖബർസ്ഥാനിലൊക്കെ പോയി കണ്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് കുഞ്ഞോള് നല്ല പത്തിരി ഉണ്ടാക്കുന്ന തിരക്കിലാണ്. കൂടുതൽ ബീഫ് ഫ്രൈയും. അങ്ങനെ 2 മണിയായപ്പോൾ നമുക്ക് സുഫിമോൻ പഠിച്ചിട്ട് സ്കൂൾക്ക് ഒരു ഓട്ടം കിട്ടിയിട്ട് നമ്മൾ അയലൊക്കെ തന്നെയാണ്. നമ്മൾ റിസ്ല മോളിറ്റും കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അതിൽ നിന്ന് വിരുന്ന് പോവുക. ഏതായാലും നമ്മൾ നേരെ അതും കഴിഞ്ഞ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത 1-2 ഫോൺ ട്രിപ്പ് ഓട്ടങ്ങൾ കിട്ടിയോണ്ട് നമുക്കൊരു എ പി കാർഡിക്ക് നമ്മളെ മുഫി വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എ പി കാർഡിൽ ഓട്ടമൊക്കെ കിട്ടിയപ്പോൾ ഏകദേശം തട്ടി ഒപ്പിച്ച് നമ്മളൊരു 10, 500, 550, 600 റുപ്യേൻ്റെ ഇടയിൽ നമ്മളോട് ഓടിയെന്ന് പറയാം. ഏതായാലും കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാണ്ട് ഒരു 5:30 മണിയായപ്പോൾ ഞാൻ നേരെ പെരേക്ക് വിട്ടിട്ടോ. സത്യം പറഞ്ഞ് നല്ല ക്ഷീണമാണ്, ഭയങ്കര വെയിലുമാണെന്ന്. ഏതായാലും സുഫിമോൻ്റെ കൈകളിലാണ് ഇന്ന് ഫുൾ പത്തിരി. നമ്മൾ എന്താ പറയുകയെന്ന് വെച്ചാൽ നല്ല മാങ്ങയൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ട് വെട്ടിക്കൂട്ടിക്കാണ്ട് ചെറിയൊരു മുഷക്കൽ ജ്യൂസൊക്കെ അടിച്ചിട്ടുണ്ടായിക്കാണ്ട് മഗ്‌രിബിക്ക് വാങ്ങിക്കൊടുക്കാൻ സുഫിമോൻ പുറത്ത് തന്നെ കുത്തിരിക്കാനു. ബിസ്മില്ലാ നമ്മൾ മഗ്‌രിബിക്കൊക്കെ വാങ്ങിക്കൊടുത്തുകാണ്ട് സത്യം പറഞ്ഞാൽ 2ാമത്തെ നോമ്പ് നമുക്ക് കഴിഞ്ഞാലല്ലേ. അങ്ങനെ നല്ല ബീഫ് ഫ്രൈയും അതുപോലെ തന്നെ പത്തിരിയും ബീഫ് കറിയൊക്കെ കൂട്ടിക്കാണ്ട് മാഷാ അല്ലാഹ് കുറേ കാലത്തിന് ശേഷം നമ്മൾ വീണ്ടും ഒരു റമദാനിലേക്ക് എത്തിയല്ലേ. ഏതായാലും മനോഹരമായിട്ടുള്ളൊരു നോമ്പുതുറയായിരുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ.